അപ്പോൾ ഒരു സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ ഓഡാണോ ഈവൺ ആണോ എന്ന് കാണാം. ഈവൺ ആണെങ്കിൽ എന്താവണം, ഇതെങ്ങനെയാണോ വരച്ചിരിക്കണം അതിൻ്റെ തന്നെ സിമെട്രി ആയിട്ട് ഇവിടെ വരച്ചിട്ടുണ്ടെങ്കിൽ അത് ഈവൺ ആയിരുന്നു. പക്ഷേ ഇത് ഈവൺ അല്ല. ഇനി ഓഡാണോ എന്ന് എങ്ങനെയാണ് നോക്കുക? ഞാൻ ഇങ്ങനെ മടക്കിയിട്ട് മേലോട്ട് മടക്കുമ്പോൾ ഇവിടെ കിട്ടുന്നതും സെയിം ആണെന്നുണ്ടെങ്കിൽ അത് ഓഡാണ്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചറിയാം, ഇതിങ്ങനെ മടക്കുമ്പോൾ ഇങ്ങനെ ഒരു സിഗ്നലാണ് വരിക. അതിന് മേലോട്ട് വരയ്ക്കുമ്പോൾ സെയിം ഇതിനോട് അലൈൻ ചെയ്തിട്ടാണ് വരിക. അപ്പോൾ ഇത് ഓഡ് സിഗ്നലാണെന്ന് കിട്ടി. പിന്നെ നമുക്ക് എന്ത് വേണം, ഇങ്ങനെ സ്ക്വയറൊന്നല്ല ഇങ്ങനത്തെയൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കാണണം. കാണാൻ ഇവിടെ എന്ന് പറയുന്നത് 0,0 ആണ് കോർഡിനേറ്റ്. ഇത് 1,1 ആണ്. അപ്പോൾ വൈൻ്റെ ഇക്വേഷൻ 1 - 0/1 - 0 ഇൻറ്റു എക്സ് വരും. അപ്പോൾ വൈക്ക് പകരം എക്സ് ഓഫ് ടി എന്ന് കൊടുക്കുക, എക്സിന് പകരം ടി കൊടുക്കുക. അപ്പോൾ എക്സ് ഓഫ് ടി ഈക്വൽ ടു ടി എന്ന് കിട്ടും. ഇനി ടോട്ടൽ ടൈം പീരീഡ് എത്രയാണ്? 0 തൊട്ട് 2 വരെയാണ് ഒരു സിഗ്നലിൻ്റെ ഇത്. അപ്പോൾ ടി എന്ന് പറയുന്നത് 2 ആണ്. അതായത് 2 - 0 ചെയ്താൽ മതി. അപ്പോൾ 2 എന്ന് കിട്ടും. ഇനി ഓഡ് സിഗ്നലാണ്. അപ്പോൾ എ എന്ന് കാണണ്ട, A0 കാണണ്ട, 2 0 ആണെന്ന് കിട്ടി. ഇനി ബി എന്ന് മാത്രം കണ്ടാൽ മതി. ഒമേഗ എന്ന് പറയുന്നത് എന്താ? 2π/t ആണ്. അതായത് 2π/2 ചെയ്യുമ്പോൾ നമുക്ക് പൈ എന്ന് കിട്ടും. അപ്പോൾ ബി എൻ കാണാനുള്ള ഇക്വേഷൻ ഈവൻ സിമെട്രി ആണെങ്കിൽ ബി എൻ കാണാനുള്ള ഇക്വേഷൻ ഓഡ് സിമെട്രി ആണെങ്കിൽ ബി എൻ കാണാനുള്ള ഇക്വേഷൻ 4/t ഇൻറ്റഗ്രൽ 0 to t/2 എക്സ് ഓഫ് ടി സൈൻ n ω0t ആണ്. അപ്പോൾ 4/tക്ക് പകരം ഞാൻ 4/2 എന്ന് കൊടുത്തു. ഇൻറ്റഗ്രൽ 0 to t/2. ടി എന്ന് പറയുന്നത് 2 ആണ്. t/2 ചെയ്യുമ്പോൾ 1 കിട്ടും. അപ്പോൾ 0 to 1. എക്സ് ഓഫ് ടി കിട്ടിയത് ടി ആണ്. അപ്പോൾ ടി എഴുതി. സൈൻ n ω t പറയുന്നത് പൈ ആണ്. സൈൻ πt dt എന്ന് എഴുതി. ഇതിന് ഞാൻ 2 എന്ന് എഴുതി. ബാക്കിയൊക്കെ സെയിം തന്നെ. ഇനി ഈ ഇൻറ്റഗ്രൽ സെപ്പറേറ്റ് കാണാം. അപ്പോൾ ഇത് സെപ്പറേറ്റ് കാണുമ്പോൾ കിട്ടുക ഇങ്ങനെയാണ്. അത് എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ 2 ഇൻറ്റു ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ലിമിറ്റ് 0 തൊട്ട് 1 ആണ്. എന്നിട്ട് ഓരോ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് 1 അപ്ലൈ ചെയ്യാം. ടിക്ക് 1 കൊടുക്കുമ്പോൾ ഇവിടെ 1 വരും. മൈനസ് കോസ് nπ/nπ പ്ലസ് സൈൻ nπ/nπ². ഇവിടെ പൈ ഉണ്ട്. nπ² മൈനസ് തൊട്ട് അപ്പർ ബ്രാക്കറ്റ് ഇടണം. ഇനി 0 കൊടുക്കാൻ പോകണം. 0 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ടി ഇൻറ്റു 0 ഇൻറ്റു എനി നമ്പർ 0 ആവും. അപ്പോൾ 0 ഇതിന് ഇവിടെ എത്തിക്കണം. 0 ഇൻറ്റു ഈ നമ്പർ മൊത്തം 0 ആയിപ്പോവും. പ്ലസ് സൈൻ n 0 വരും. അപ്പോൾ സൈൻ 0/nπ². അപ്പോൾ ഇതും 0 ആണ്, ഇതും 0 ആണ്. അപ്പോൾ എന്ത് വരും? 2 ഇൻറ്റു മൈനസ് കോസ് nπ/nπ പ്ലസ് സൈൻ nπ/nπ² മൈനസ് 0 + 0. സൈൻ nπ 0 ആണ്. അപ്പോൾ ഈ ടേമും 0 ആണ്. അപ്പോൾ എന്ത് വരും? -2 കോസ് nπ. ഈ 2 ഞാൻ ഉള്ളിൽ കൊടുത്തു. അപ്പോൾ -2 കോസ് nπ/nπ എന്ന് കിട്ടും. ഇനി കോസ് nπനെ നമുക്ക് -1/n എന്ന് എഴുതാം. അപ്പം -2nπ ഇവിടെ നിന്ന് -2/nπ ഇവിടെ നിന്ന് എടുത്ത് ബാക്കി കോസ് nπനെ ഞാൻ -1/n എന്ന് എഴുതി. എന്നിട്ട് നമ്മൾ നോർമലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. an ഇല്ല, A0 ഇല്ല. അപ്പം ആദ്യമൊക്കെ 0 തന്നെ. സമ്മേഷൻ n = 1 to ∞. bn പകരം ഇത് എഴുതി. സൈൻ n ω t എന്ന് എഴുതി. ഇനി എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിന് ഓരോ വാല്യൂ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതണം.